ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഇത് രാവിലെ തന്നെ എണീച്ച പാട് ചായക്ക് ഞാൻ ഇതാ പഴം വാട്ടിയെന്ന്. മോനിക്ക് മദ്രസയിൽ പോകണം. അതുപോലെ തന്നെ എല്ലാവർക്കും പനിയാണ് ഉണ്ടായത്. എന്നാൽ എല്ലാവർക്കും കുറഞ്ഞ് വരുന്നുണ്ട്. മോൾ ഇന്ന് ചെറിയ മോൾ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, സ്കൂളും മദ്രസയിലും പോകുന്നില്ല. ഓൾക്ക് പനി കുറഞ്ഞിട്ടില്ല. ഓളെ ഇപ്പോൾ 2-3 പ്രാവശ്യമായി കാണിക്കാൻ പോകുന്നത്. അങ്ങനെ മോനെ മദ്രസയിലെല്ലാം കൊണ്ടാക്കിയിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്ന് മോനെ സ്കൂളിലേക്ക് അയച്ചിട്ടാകുമ്പം ഒന്ന് ടൗണിലേക്ക് പോകാനും ഉണ്ട്. അങ്ങനെ ഇതാ നിലം തുടക്കലും പരിപാടിയാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പണിയെല്ലാം തീർത്ത് വെച്ച് പോകുന്നതായിരിക്കും നല്ലത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല, എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാമെന്നേ വിചാരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നിലമെല്ലാം പെട്ടെന്ന് തുടച്ച് പിന്നെ ഇതാ നാസ്തെല്ലാം കഴിച്ച് മക്കളെ വണ്ടി കയറ്റി വിട്ടിട്ടാണ്. അതൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാണ്. പിന്നെ രാവിലെ ആക്കിയത് പത്തിലും ചിക്കൻ കറിയുമാണ്. രാവിലെ വെച്ച ചിക്കൻ കറിയും നല്ല തലേന്നുണ്ടായ ചിക്കൻ കറിയാണ്. രാവിലെ പത്തിലും ചുട്ട്. അപ്പോൾ ഇതാ മോൾക്ക് മരുന്ന് കൊടുക്കണം. ഓൾക്ക് ഒരാഴ്ച ഇങ്ങനെ പനിച്ച് നിൽക്കുന്നത്, പെട്ടെന്നൊന്നും കുറയുന്നുമില്ല. അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് കാണിച്ച് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്നതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെല്ലാം കുടിച്ച് മരുന്ന് കുടിക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും കാണണം, അല്ലെങ്കിൽ മിഠായി, അല്ലെങ്കിൽ പഞ്ചസാര, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്നാക്കായിട്ട് എന്തെങ്കിലും വേണം. വെറുങ്ങനെ മരുന്ന് കുടിക്കില്ല. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായത് കേക്കാണ്, അതെടുത്ത് കൊടുത്ത്. അടവക്ക് എനിക്ക് ഇത് തന്നെ. അങ്ങനെ മരുന്നെല്ലാം കൊടുത്തിട്ട് ആടുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. കുറച്ച് സമയം ആടിനൊക്കെ ഇങ്ങനെ കളിപ്പിച്ചിട്ട് നിന്നേ. ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാടിനെ അവരെ കളിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലില്ല, അപ്പം തൊട്ടടുത്ത വീട്ടിലെ ആടാണ്. അപ്പം അതിനെങ്ങനെ കൈമ കിട്ടിയപ്പം കുറച്ച് സമയം കളിപ്പിച്ച്. അതിൻ്റെ കഴുത്തിൽ മണിയുണ്ട് കേട്ടോ, നല്ല രസമാണ്. അത് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് നടക്കുന്നത് കേൾക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആട്ടിനെല്ലാം കളിപ്പിച്ച് വീട്ടിലേക്ക് കയറിയേ. പിന്നെ ഇതാ വീടൊക്കെ ക്ലീൻ ചെയ്തതിന് മിറ്റലൊന്ന് അടിച്ചു വാരിട്ട് വേണം ടൗണിലേക്ക് പോകാനുണ്ട്. അപ്പം പെട്ടെന്ന് പണിയും തീർക്കണം. അങ്ങനെ ഇതാ മിറ്റലൊന്ന് ക്ലീനാക്കി എടുത്ത്. അപ്പോൾ ഇതാ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ റെഡിയായി. പിന്നെ ഉച്ചക്കത്തെ ചോറൊന്നും ആകുന്നില്ല കേട്ടോ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടായില്ല. അപ്പം സിസും മക്കളും ഉണ്ട് കൂടെ. അപ്പം അവർ അടുത്ത ടൗണിൽ നിൽക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്തിട്ട് പോകും, പിന്നെ അവരെ വണ്ടിയിൽ കയറും. അങ്ങനെ പ്ലാന്. ഞാനിത് അടുത്ത ടൗണിലെത്തി. മോളെ ഞാൻ കൂട്ടിയതിന് മോള് സ്കൂളൊന്നും പോയിട്ടുണ്ടായിട്ടാ. പിന്നെ അങ്ങനെ വീട്ടിൽ ആക്കിയാൽ പിന്നെ ഒരേ ടിവിയോ ഫോണോ നോക്കി നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ പകരം തന്നെ ഞാൻ എൻ്റെ കൂടെ തന്നെ കൂട്ടീന്. അപ്പോൾ അവിടെ കൊള്ളി ചിപ്സ് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് വാങ്ങി എന്നാൽ പോകുന്നവർ തിന്നാന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ സമയം അവരെ കാത്ത് നിൽക്കണം. അവരെത്തിയിട്ടുണ്ടായിട്ടാ. മോക്കാണെങ്കിൽ ദേഷ്യം വരാനും തുടങ്ങി, നല്ല വെയിലും ഉണ്ട്. അങ്ങനെ കുറേ സമയം കാത്തു നിന്നിട്ടാണ് അവർ വന്നത് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ വെയിലത്ത് നിന്നിട്ടുണ്ടായിന്. അപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വന്നിട്ടുണ്ടായിന്. അങ്ങനെ അവർ വന്നിട്ട് അവർ വണ്ടിയിൽ കയറി. പിന്നെ അവിടെ നിന്ന് വിട്ട് പിന്നെ ആദ്യം ജ്വല്ലറിയിലേക്ക് പോകാനുണ്ട് കേട്ടോ. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം അവിടത്തേക്ക് ഗോൾഡ് വാങ്ങാനുണ്ട്. അങ്ങനെ ജ്വല്ലറിയിലേക്കാണ് ഫസ്റ്റ് പോയത്.
അങ്ങനെ ഇതാ ജ്വല്ലറിയിലെത്തിയിട്ടാ. സ്വർണ്ണത്തിന് നല്ല വിലയാണ്. നമുക്കിപ്പം ഒരു കാപ്പവും വാങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വില കൂടാനാണ് സാധ്യത, കുറയാൻ എന്തായാലും സാധ്യതയില്ല. അപ്പോൾ ഇതാ ജ്വല്ലറി കയറിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഗോൾഡൊന്ന് പർച്ചേസ് ചെയ്യണം. പോയ പാടെ ഇവിടുന്ന് വെള്ളം കിട്ടിയിട്ടാ കുടിക്കാൻ വേണ്ടി. നല്ല ദാഹവും ഉണ്ടായിരുന്നു. നല്ല വെയിലാണ് ദിവസം ഉണ്ടായത്. പിന്നെ നമ്മൾ ഇനി എത്ര പൊന്നിന് വില കൂടിയെന്ന് പറഞ്ഞാലും നമുക്ക് ആ പൊന്ന് കാണുമ്പോൾ ഒരാഗ്രഹം തന്നെ വാങ്ങിയേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ഇതാ ജ്വല്ലറിയിൽ നിന്നെല്ലാം സാധനം വാങ്ങിയിട്ട് പുറത്തിറങ്ങി. പിന്നെ ഇതാ ഇനി ഹോട്ടലിലേക്കാണ് കൊണ്ടിട്ടാ. എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ട്. ഉച്ചക്ക് ചോറ് കഴിക്കാണ്ട് വന്നതല്ലേ. അപ്പോൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. എല്ലാവരും ബിരിയാണി തന്നെയാണ് ഓർഡർ ആക്കിയത്. എല്ലാവർക്കും ബിരിയാണി തന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ബിരിയാണിയെല്ലാം കഴിച്ച്. ബിരിയാണി കഴിച്ചിട്ട് ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പോകണം. അതിന് ഡ്രസ്സ് എടുക്കാൻ പോകാനുണ്ട്. അപ്പം ഇത് സ്പീഡാക്കി. സമയം ഏകദേശം ഇപ്പം 3 മണിയായി. അപ്പോൾ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോകുമ്പോൾ തന്നെ ഏകദേശം കുറേ ലേറ്റാവും. നമ്മൾ വിചാരിക്കും പോകുമ്പം പെട്ടെന്ന് നമുക്ക് വേഗം ഡ്രസ്സ് എടുത്തിട്ട് ഇറങ്ങാമെന്ന്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ടൈം പോകുന്നത് അറിയില്ല. നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയമാവും. പിന്നെ ഒരുപാട് ഡ്രസ്സ് എടുക്കാനുണ്ട്. ഡ്രസ്സ് എടുക്കലെല്ലാം കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് പോകുന്നത്. കുറേ ലേറ്റായിട്ടാണ്. പിന്നെ ഡ്രസ്സ് എടുക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയും സമയം ഒരുപാട് പോകും. എങ്ങനെയായാലും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ടൈം എടുക്കും. അപ്പോൾ ഇതാ വീട്ടിലേക്ക് പോവുകയെന്ന്. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഞാനൊരു പർദ്ദ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാനത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. അപ്പം ഞാൻ അതിൽ കണ്ട പോലെയല്ല, തീരെ രസമില്ല. അപ്പോൾ ഒന്ന് ഉടനെ റിട്ടേൺ ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം നീർത്തിയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ.